ഹനുമാൻ ചാലീസയിലെ 6ാമത്തെ ദോഹ. ശങ്കരസുവന് കേസരി നന്ദന തേജപ്രതാപ മഹാജഗവന്ദന. ശിവന്റെ രുദ്രാവതാരവും കേസരിയുടെ പുത്രനുമായ തേജസ്സും പ്രതാപവുമുള്ള അങ്ങയെ ലോകം മുഴുവൻ വന്ദിക്കുന്നു. ശങ്കരസുവന് കേസരി നന്ദന. ഭഗവാൻ ശിവൻ എങ്ങനെയാണ് കേസരി നന്ദനായി വാനരനായി അവതരിച്ചത് എന്ന് രാമായണത്തിൽ കഥ പറയുന്നുണ്ടല്ലോ. ഒരിക്കൽ വൈശ്രവണനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പുഷ്പവിമാനം തട്ടിയെടുത്ത് ഗർവോടുകൂടി രാവണൻ തിരിച്ചു വരുമ്പോൾ കൈലാസം കാണുന്നു. അങ്ങനെ കൈലാസത്തിൽ ഇറങ്ങി ഗർവോടുകൂടി അങ്ങ് കയറി ചെല്ലുമ്പോൾ നന്ദികേശ്വരൻ വഴിതടയും. അന്നേരം വാനരമുഖമുള്ള നന്ദി ഭഗവാനെ കണ്ടിട്ട് രാവണൻ അങ്ങ് പുച്ഛിച്ച് പൊട്ടിച്ചിരിക്കും. അന്നേരം കോപത്തോടുകൂടി നന്ദി ഭഗവാൻ പറയും, എൻ്റെ മുഖം കണ്ടിട്ട് എന്നെ അപമാനിച്ച് നീ പൊട്ടിച്ചിരിച്ചുവല്ലോ, അതിനാൽ എൻ്റെ വീര്യത്തോടും എൻ്റെ രൂപത്തിനൊത്ത തേജസ്സോടും കൂടിയ വാനരന്മാരുകൊണ്ട് നിൻ്റെ കുലം മുടിയും എന്ന് പറഞ്ഞിട്ടൊരു ശാപം പറയുന്നുണ്ട്. അങ്ങനെ നന്ദി ഭഗവാന്റെ വാക്ക് പാലിക്കാനായിട്ട് ഭഗവാൻ ശിവൻ കേസരിയുടെ പുത്രനായി വാനര രൂപത്തിൽ അവതരിച്ചു എന്നാണ് ഒരു കഥ. മറ്റൊരു കഥ, കേസരിയുടെ പത്നിയായ അഞ്ജനയുടെ തപസ്സിൽ പ്രീതനായ ഭഗവാൻ ശിവൻ താൻ തന്നെ അവൾക്ക് പുത്രനായി ജനിക്കാമെന്ന വരം കൊടുത്തതായിട്ടും പുരാണത്തിലൊരു കഥ പറയുന്നുണ്ട്. അങ്ങനെ ഹനുമാൻ ശിവൻ്റെ അവതാരവും കേസരി നന്ദനനുമായി. ശിവതേജസ്സിനെ അഞ്ജനയുടെ ഉദരത്തിലെത്തിച്ചത് വായുഭഗവാനായ പവനനായതുകൊണ്ട് തന്നെ ഹനുമാൻ പവനപുത്രനായി. മാരുതസ്യ ഔരസപുത്ര എന്നാണ് വാൽമീകി രാമായണത്തിൽ ഹനുമാനെ വിശേഷിപ്പിക്കുന്നത്. കേസരിയുടെ പത്നിയായ അഞ്ജനയിൽ അവതരിച്ചതുകൊണ്ട് ഹനുമാൻ കേസരിയുടെ ക്ഷേത്രജപുത്രനുമായി. അങ്ങനെ നമ്മൾ ഉപാസനാരൂപത്തിൽ വായുപുത്രനായിട്ടും ജ്ഞാനരൂപത്തിൽ ശിവൻ്റെ അവതാരമായിട്ടും കർമ്മരൂപത്തിൽ കേസരി നന്ദനനുമായിട്ട് ഹനുമാനെ പൂജിക്കണമെന്നാണ് പറയാം. തേജപ്രതാപ മഹാജഗവന്ദന. തേജസ്സും പ്രതാപമുള്ള അങ്ങയെ ലോകം മുഴുവൻ വന്ദിക്കുന്നു. ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷണങ്ങളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം അവസരങ്ങളാക്കി മാറ്റുന്നവരാണ് തേജസ്വികളും പ്രതാപശാലികളും വന്ദനീയരുമൊക്കെ ആകുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹനുമാൻ. മനുഷ്യ മനസ്സിൻ്റെ പ്രതീകമായിട്ടാണ് വാനരന്മാരെ പറയാം. കാരണം നിയന്ത്രണമില്ലാത്ത കുരങ്ങിനെ പോലെ ചാടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മനസ്സ്. ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് വാസനകൾ. പക്ഷേ നമ്മൾ ആധ്യാത്മിക തത്വം ഗ്രഹിച്ചാൽ, നമുക്ക് ഭക്തി ഉണ്ടായാൽ വിവേകമുണ്ടാകും. നമ്മൾക്ക് പതിയെ പതിയെ നമ്മൾ ഈശ്വരൻ്റെ ഒരു ഉപകരണമായി തീരും. അങ്ങനെ നമ്മൾ പരമാത്മ ചൈതന്യത്തിലേക്ക് എത്തും എന്നാണല്ലോ. ആ ഒരു തത്വം അതാണ് ഹനുമാൻ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് വാനരനായ ഹനുമാൻ പക്ഷേ ശ്രീരാമൻ്റെ ദാസനാകുന്നതോടുകൂടി തേജസ്സും പ്രതാപവും നേടി ഈശ്വരതുല്യം പൂജിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു, ചിരഞ്ജീവിയായി മാറുന്നു. അതാണ് ഇതിൻ്റെ പിന്നിലെ തത്വം.